Hi everyone, welcome back to my YouTube channel, The Living Diary. So, ഇന്ന് ഒരു Friday evening ആണ്. So I thought I'll shoot today's, tomorrow's and day after tomorrow. Saturday, Sunday ഷൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് എനിക്കൊരു വ്ലോഗ് പോലെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. So welcome back again. സോ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ന്യൂ കാസിലേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വീടിനടുത്ത് തന്നെയാണ്, നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. നല്ല തിരക്കായിരുന്നു, നമുക്കൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ. ഫൈനലി നമുക്ക് ഇരിക്കാനായിട്ട് മജ്ലിസ് കിട്ടി. മജ്ലിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇരിക്കാം, വിശാലമായിട്ടിരിക്കാം, പ്രൈവസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓർഡർ എടുക്കാൻ ആൾ വന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ വന്ന പാടെ അത് തീരുകയും ചെയ്തു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും വേണ്ട ഫുഡൊക്കെ പറഞ്ഞു. നമ്മൾ പൊറോട്ടയും 2 പേര് പൊറോട്ടയും പനീർ ബട്ടർ മസാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആദ്യം വന്നത്. അത് ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് അതൊന്ന് കഴിച്ചിട്ട് ആണ് അവർക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മന്തിയും വന്നു. നമ്മൾ 4 പേര് 4 ഡിഫറെൻറ്റ് മന്തിയാണ് ഓർഡർ ചെയ്തത്. അല്ല, 2 പേര് അൽഫാം മന്തിയും ബാക്കി ഒരാൾ പെരിപ്പെരിയും ഒരാൾ മസാല ഷവായും അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മധുരം കുടിക്കാം, കണ്ണൂർ കോക്ടെയിൽ കുടിക്കാം. അതിൽ നമ്മളിൽ ഒരാൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അങ്ങനെ നമ്മൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാനായിട്ട് പോയി. 3-4 ഗ്ലാസ് എന്തോ ഓർഡർ ചെയ്തു നമ്മളെല്ലാവരും കൂടി. അങ്ങനെ അവൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ടൈം എടുത്ത് കുടിച്ചു. നല്ല വയറ് ഓൾറെഡി ഫിൽഡ് ആയിരുന്നു. എന്നാലും നമുക്ക് മധുരം കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് വയറൊന്നും വേണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റത്. എന്നിട്ട് നേരെ മടിവാള കഫേയിലേക്ക് വന്നു. പുഴുങ്ങിയ പഴം, ഞാനാണ് പഴം ഓർഡർ ചെയ്തത്. പഴം പൊരിയും സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചായയും. അങ്ങനെ അതൊക്കെ വാങ്ങി കുടിച്ച് നമ്മളിൽ നിന്ന് എന്താണ് പരിപാടി എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്നൊക്കെ പ്ലാൻ പറഞ്ഞെങ്കിൽ എന്നാൽ വീട്ടിൽ പോയി കുക്ക് ചെയ്ത് കഴിക്കാം, ഇപ്പം അത്യാവശ്യം ഒന്ന് വയറ് നിറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു നാടൻ ഊണ് പോലെ നമ്മളിങ്ങനെ സെറ്റാക്കി ചോറും മോരും മുട്ട പൊരിച്ചതും പപ്പടവും മത്തങ്ങയും പയറും ഒക്കെ ഉടച്ചതും പിന്നെ ഇന്നലത്തെ കുറച്ച് തോരനും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. നമ്മൾ ഒരാൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് ലേറ്റായിട്ടേ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യമേ ഇരുന്ന് കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും നാളെ രാവിലെ എന്നാൽ ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു, ഒരു 1 ഡേ ട്രിപ്പ്. ഇതാണ് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്. അങ്ങനെ നമ്മുടെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്മംഗ്ലൂരിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ്, അതാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ കാറിൽ പോകാമെന്ന് തീരുമാനിച്ചു. സോ രാത്രി ആകുമ്പോൾ പോയി കാർ എടുത്തിട്ട് വരാം, കാരണം പാർക്കിങ്ങിന് കുറച്ച് സീനുണ്ട് നമ്മൾ താമസിക്കുന്ന അവിടെ. അപ്പോൾ നമ്മൾ ആദ്യം HSRലൊന്ന് പോകണമായിരുന്നു, ലെൻസ് കാർട്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് സ്പെക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി പോയി കാർ എടുക്കാം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ലെൻസ് കാർട്ടിൽ നമുക്ക് ഒരുപാട് ടൈം എടുത്തു. നമുക്ക് 2 ലെൻസ് കാർട്ടിൽ പോകേണ്ടിയിരുന്നു. ഫസ്റ്റത്തെ ലെൻസ് കാർട്ടിൽ ചെറുതായിരുന്നു, അധികം കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രണ്ടാമത് HSRൽ തന്നെയുള്ള വേറൊരു വലിയ ഷോറൂമുണ്ട്, അവിടെയും പോയി. അങ്ങനെ നമ്മൾ കുറേ നേരം നിന്ന് ഐ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലേറ്റായി വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും. അങ്ങനെ വീട്ടിൽ വന്നാൽ ഡിന്നർ കഴിച്ചിട്ട് പോവാം, അതാകുമ്പോൾ കാർ എടുത്ത് വന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാമല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ നാളെ പോകാനുള്ള സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്പോട്ട് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ പ്രൊജക്ടർ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എവിടെ പോകുമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി വൈറ്റ് ഫീൽഡിലേക്ക്. രാത്രി 11:30 ആയപ്പോഴത്തേക്കും റോഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മാരത്തഹള്ളി വൈറ്റ് ഫീൽഡ് അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. കുറേ നേരം ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നു. 12 മണിയായിട്ടും അവിടുത്തെ ട്രാഫിക്കിനൊരു കുറവുണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മൾ ബ്ലോക്കിൽ കിടന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 1 മണി 1:15 ആയി. അപ്പോൾ നാളത്തെ ട്രിപ്പിൻ്റെ വ്ളോഗ് അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.